welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് MCH 2.1 ആണ്. 2.1ൻ്റെ യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം MCH 021 ബ്ലോക്ക് 1 യൂണിറ്റ് 2 കൈനറ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പോളിമറൈസേഷനിലെ പോളിമേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം നോക്കിയായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പോളിമറൈസേഷൻ്റെ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ കൈനറ്റിക്സ് ആൻഡ് മെക്കാനിസം ഓഫ് പോളിമറൈസേഷൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെ പോളിമേഴ്സ് പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് മെക്കാനിസത്തിലൂടെ എങ്ങനെയൊക്കെ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പോർഷനിലോട്ട് പോകാമല്ലോ. ആദ്യം നമുക്ക് അറിയേണ്ടത് ഹിസ്റ്റോറിക്കൽ ക്ലാസിഫിക്കേഷനാണ്. എങ്ങനെയൊക്കെ പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. WH കരോത്തർ പോളിമേഴ്സിനെ കണ്ടൻസേഷൻ എന്നും അഡിഷൻ പോളിമേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ട്. അപ്പോൾ കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മോളിക്യൂൾസ് അവിടെ നഷ്ടമായി പോയിട്ട് പോളിമറൈസേഷൻ നടക്കുന്നതാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ അതേസമയം അഡിഷൻ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ മോണോമേഴ്സ് ആഡ് ചെയ്യപ്പെടുകയാണ് എലിമിനേഷൻ കൂടാതെ. അപ്പം ഈ ഒരു മെക്കാനിസത്തിനെ എംഫസൈസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ കണ്ടൻസേഷനും അതുപോലെ തന്നെ അഡിഷൻ പോളിമേഴ്സിലാണെന്നുണ്ടെങ്കിൽ ചെയിൻ റിയാക്ഷൻ എങ്ങനെയൊക്കെ ഏതൊക്കെ ആക്റ്റീവ് സൈറ്റിൽ കൂടെയാണ് നടക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. നമുക്ക് ആദ്യത്തെ പോർഷനിലോട്ട് കടക്കാം. അതായത് ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ. എന്താണ് ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്? ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ ഒക്കർ ചെയ്യുന്നത് റിപ്പീറ്റഡ് സെക്വൻഷ്യൽ ആയിട്ടുള്ള അഡിഷൻ ഓഫ് മോണോമേഴ്സ് കാരണമാണ്. അവിടെ എന്ത് നഷ്ടമാവുന്നില്ല? ചെറിയ മോളിക്യൂൾസിനൊന്നും നഷ്ടമാവുന്നില്ല. ഈ ഒരു പ്രോസസ്സിൽ അഡിഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കീൻസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസിൻ്റെ അഡിഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ജനറൽ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ആൽക്കീനാണ്, കണ്ടോ. ആൽക്കീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? നമുക്ക് ഒരു പോളിമറായിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഇനി എല്ലാ മോണോമേഴ്സും എന്ത് ചെയ്യുന്നു? ഈ ഒരു അഡിഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ്റെ ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്നു. അതിനർത്ഥം നോ ബൈ പ്രോഡക്ട്സ് ആർ ഫോംഡ്. ബൈ പ്രോഡക്ട്സ് അവിടെ ഉണ്ടാവുന്നില്ല. കോമൺ പോളിമേഴ്സ് എന്ന് പറയുന്നത് പോളി എത്തിലിൻ, PVC, പോളിസ്റ്റൈറിൻ, പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ, പോളി ഓക്സിമെത്തിലിൻ, ഇതൊക്കെ എന്താണ്? ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷനിൽ കൂടെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നവരാണ്. ഇനി രണ്ടാമത്തെ നോക്കാമല്ലോ, ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ. രണ്ടാമത്തത് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ആണ്. എന്താണ് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 3 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഇനിഷ്യേഷൻ. അതായത് റാഡിക്കൽ ഇനിഷ്യേറ്റർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ ആദ്യം എന്ത് ചെയ്യുന്നു? മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്ത് ഫ്രീ റാഡിക്കലായിട്ട് മാറ്റുന്നു. അത് 2 രീതിയിൽ നടക്കാം. ഒന്നുകിൽ ഫോട്ടോലിറ്റിക്കലി അല്ലെങ്കിൽ തെർമലി. ഫോട്ടോലിറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്ത് റാഡിക്കലായിട്ട് മാറുന്നതാണ് ഫോട്ടോലിറ്റിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. തെർമലി എന്ന് പറഞ്ഞാൽ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. റാഡിക്കൽ അറ്റാക്ക് ചെയ്യും പൈ ബോണ്ടിനെ, എന്ത് ചെയ്യുന്നു? ആൽക്കീനിലുള്ള പൈ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യുകയും അതുവഴി എന്ത് ചെയ്യുന്നു? ഒരു കോവാലൻ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നു വിത്ത് 1 കാർബൺ ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ റിയാക്റ്റീവ് റാഡിക്കൽ. ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു റാഡിക്കൽ ഫോം ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇതിനെ പെറോക്സൈഡ് ഇനിഷ്യേറ്റർ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിഷ്യേഷൻ കണ്ടോ? ഇതിൽ എന്ത് ചെയ്യുന്നു? ആ റാഡിക്കൽ ഫോമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റാഡിക്കൽ ആദ്യം ഫോം ചെയ്യുന്നു. റാഡിക്കൽ ഫോം ചെയ്തിട്ട് ആ റാഡിക്കൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ആൽക്കീനിൽ കയറിയിട്ട് അത് എന്ത് ചെയ്യുന്നു? ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു റാഡിക്കലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ചെയിൻ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് മോണോമേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഈ ചെയിൻ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഇതാണ് ഈ പിക്ടോറിയലി ഞാൻ ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ ചെയിൻ ഇങ്ങനെ ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? വലിയൊരു ചെയിനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓരോ മോണോമർ അഡിഷനും നടക്കുന്ന സമയത്ത് അതൊരു ആക്റ്റീവ് സൈറ്റിലോട്ടാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അടുത്ത അറ്റാച്ച്മെൻറ്റ് നടക്കുമ്പോൾ ഉള്ള ആക്റ്റീവ് സൈറ്റിലോട്ട്. അതുവഴി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? പോളിമർ ബിൽഡ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കട്ടകൾ വെച്ച് വലിയ വീടുണ്ടാക്കുന്നത് പോലെ ചെറിയ മോണോമേഴ്സ് ചേർന്ന് ചെയിനായിട്ട് പോളിമറായിട്ട് മാറുന്നു. ഇനി ചെയിൻ ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ
ചെയിനിനെ എന്ത് ചെയ്യണം, നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. ചെയിന് ഉണ്ടാകുന്നത് അതിനെ ഒന്ന് ഒരു എന്താണ് ഒരു ഫിനിഷിംഗ് ലൈൻ ഇടണം. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ചെയിൻ ടെർമിനേഷൻ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചെയിൻ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും എപ്പോഴാണെന്ന് പറഞ്ഞാൽ റാഡിക്കൽ ചെയിന് ഏതെങ്കിലും ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ചെയിനുമായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്ട് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ചെയിൻ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് ചെയിൻ ടെർമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ചെയിൻ പോളിമറൈസേഷൻ റിയാക്ഷൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിയേ, n നമ്പർ ഓഫ് CH2CHR എന്ത് ചെയ്തു, ഫോളോയിങ് ഇത് എന്ത് ചെയ്യുന്നു, ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്തു, പോളിമറായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് കാണാം. ആദ്യം എന്താണ്, ചെയിൻ ഇനിഷ്യേഷൻ ആണ് അല്ലേ. ചെയിൻ ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഒരു CH ഡബിൾ ബോണ്ട് CH എന്ന് പറയുന്നത് ഒരു R ഗ്രൂപ്പും കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബൺ കാർബൺ റാഡിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാർബൺ കാർബൺ റാഡിക്കൽ ഫോം ചെയ്തേ. ഇനി ഈ കാർബൺ കാർബൺ റാഡിക്കൽ അടുത്ത CH ഡബിൾ ബോണ്ട് CHനെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, അടുത്തൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്തു, അത് മാല പോലെ എന്ത് ചെയ്യുന്നു, ചെയിനായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ചെയിൻ ടെർമിനേഷനിലോട്ട് വരുന്നത്. ചെയിൻ ടെർമിനേഷൻ എന്ന് പറയുമ്പം ഈ ചെയിൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു R ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ വഴി എന്ത് ചെയ്യുന്നു, അത് ചെയിൻ എന്ത് ചെയ്യുന്നു, നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്ട്രീംലി ക്ലിയർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ആണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CH3CH2 ഇതൊരു റാഡിക്കൽ ആണല്ലോ. ഈ റാഡിക്കൽ അടുത്ത ഒരു ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജനെ മാറ്റി ഇതെന്ത് ചെയ്യുന്നു, CH2CH2 ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. ഇതാണ് എൻഡ് ചെയിനായിട്ട് ഫോം ചെയ്യുന്നത്. ഒന്നുകിൽ ഡിസ്പ്രപ്പോർഷനേഷൻ വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി, രണ്ട് രീതിയിൽ നടക്കാറുണ്ട് കേട്ടോ. ഡയറക്റ്റ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ചെയിനും കൂടി എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. രണ്ട് ചെയിനും കൂടി ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരു ബോണ്ട് ഇവിടെ ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്തു. ഈ പുതിയ ബോണ്ട് ഫോം ചെയ്ത് ഇതൊരു പോളിമർ ചെയിൻ, ഇതൊരു പോളിമർ ചെയിൻ, രണ്ടും കൂടി എന്ത് ചെയ്തു, സൈഡ് ബൈ സൈഡായിട്ട് അറ്റാച്ച് ചെയ്ത് എന്ത് ചെയ്യുന്നു, ചെയിൻ അങ്ങ് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നമുക്ക് നോക്കിയല്ലോ. ചെയിൻ ടെർമിനേഷൻ വരെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഈ ചെയിൻ ടെർമിനേഷൻ്റെ മെക്കാനിസം ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഡയറക്റ്റ് കോമ്പിനേഷനും ഉണ്ട്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനും ഉണ്ട്. ഡയറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രോയിങ് ചെയിൻസ് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസ് രണ്ട് ചെയിനിലും ഉള്ളത് ചേർന്നിട്ട് പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതാ CH2CH2 ഇത് രണ്ടും കൂടി സൈഡ് ബൈ സൈഡ് ചേർന്ന് ഇതൊരു പുതിയ ബോണ്ടാണ്. ഇതാ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഒരു പുതിയ ബോണ്ടാണ്. ഈ പുതിയ ബോണ്ടുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, അതൊരു ടെർമിനേഷനിലോട്ട് വരുന്നു. ഇനി ഒരു റാഡിക്കൽ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്ത് അടുത്ത റാഡിക്കൽ ചെയിനായിട്ട് മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് CH3CH2 ഒരു എന്ത് ചെയ്യുന്നു, ഈ റാഡിക്കൽ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി CH3CH3 ആയിട്ട് മാറുന്നു, CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറുന്നു. ഇവിടെ കണ്ടോ, ഒന്ന് സാച്ചുറേറ്റഡും ഒന്ന് അൺസാച്ചുറേറ്റഡ് പ്രോഡക്റ്റും ആയിരിക്കും ഉണ്ടാവുക. ചെയിൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു പോർഷനും കൂടി ഉണ്ട്. അതായത് ആക്റ്റീവ് സെൻറ്റർ ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ടു വൺ മോളിക്യൂൾ വിത്തൗട്ട് ടെർമിനേഷൻ ഇല്ലാതെ ഒരു ആക്റ്റീവ് സെൻറ്റർ എന്ത് ചെയ്യുന്നു, ഒരു മോളിക്യൂളിനെ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ പൊട്ടൻഷ്യലി എന്ത് ചെയ്യുന്നു, മറ്റൊരു പോളിമർ ചെയിൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ചെയിൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമുക്ക് ചെയിൻ ട്രാൻസ്ഫർ ഒന്നുകൂടി നോക്കാമല്ലോ. ചെയിൻ ട്രാൻസ്ഫർ അടപ്പുണ്ട്, ഇതാണ്ടോ. ചെയിൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്റ്റീവ് സെൻറ്റർ, നമ്മുടെ ഗ്രോയിങ് ചെയിനിൻ്റെ ആക്റ്റീവ് സെൻറ്റർ എന്ത് ചെയ്യുന്നു, വേറൊരു മോളിക്യൂളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുന്ന ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യുന്നില്ല മൈഗ്രേഷൻ്റെ ടൈമിൽ. മാത്രമല്ല അതിന് എന്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, അതിന് വീണ്ടും പോളിമർ ചെയിന് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി കാറ്റയോണിക് പോളിമറൈസേഷൻ, ഓരോരോ പോളിമറൈസേഷനായിട്ട് നോക്കാമല്ലോ. കാറ്റയോണിക് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സും അല്ലെങ്കിൽ ലൂയിസ് ആസിഡ്സും ഇനിഷ്യേറ്ററായിട്ട് യൂസ് ചെയ്യുന്നു. ആ ലൂയിസ് ആസിഡ് യൂസ് ചെയ്തും കൊണ്ട് ആൽക്കീൻസിനെ കാറ്റയോണാക്കി മാറ്റുന്നു. അതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു മെക്കാനിസം ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ എന്താണ് വേരിയസ് പോളിമർ ആർക്കിടെക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ ഇനിഷ്യേഷൻ എന്ന് പറയുന്നത് BF3 എന്ത് ചെയ്യുന്നു, CH2
ഡബിൾ ബോണ്ട് CH3 ട്വൈസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? BF3 മൈനസ് CH3 C+CH2 ട്വൈസ് എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് ചെയ്യുന്നു? ഒരു ഡബിൾ ബോണ്ടിലോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇതൊരു പുതിയ കോമ്പൗണ്ടായിട്ട്, ഒരു പുതിയ റാഡിക്കലായിട്ട്, ഫ്രീ റാഡിക്കലായിട്ട് മാറുന്നു. അതായത് ഇവിടെ BF3 എന്ന് പറയുന്നത് ഇലക്ട്രോഫൈലാണ് കേട്ടോ. ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഈ ഒരു മോണോമർ ഉണ്ടല്ലോ, ഈ മോണോമർ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും അടുത്തടുത്ത എന്താണ് ചെയിൻസുമായിട്ട് റിയാക്ട് ചെയ്ത് അതൊരു പോളിമർ ചെയിനായിട്ട് മാറുന്നു. ഇനി ടെർമിനേഷൻ എന്ത് ചെയ്യുന്നു? ചെയിൻ എന്തായാലും എവിടെയെങ്കിലും പോയി റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഡയറക്റ്റ് കോമ്പിനേഷനിലൂടെ നടക്കത്തില്ല. അതാണ് കാറ്റയോണിക്. ഇത്രയുമാണ് കാറ്റയോണിക് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് ആദ്യം കാറ്റയോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ആൽക്കീൻസിനെ കാറ്റയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതും എന്ത് യൂസ് ചെയ്ത്? ലൂയിസ് ആസിഡോ അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡോ വെച്ചിട്ട്. ഇനി മോണോമേഴ്സ്, എന്തൊക്കെ മോണോമേഴ്സ് കാറ്റയോണിക് പോളിമറൈസേഷനിൽ ഉണ്ട്? എക്സാമ്പിൾസ് ആണ്. കാറ്റയോണിക് പോളിമറൈസേഷൻ എന്ത് ചെയ്യുന്നു? മോണോമേഴ്സിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കാറ്റയോൺ പോളിമറൈസേഷൻ നടക്കുകയുള്ളൂ. എന്തിനാണ് അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂവൻസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റെബിലൈസ് ദ കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ്. കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇവിടെ നോക്കി ഐസോബ്യൂട്ടിലിൻ. ഐസോബ്യൂട്ടിലിൻ എന്ന് പറയുന്നതിൽ മീഥൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. ഇത് ഈ സ്റ്റൈറീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടത്തുന്നത്. വിനൈൽ ഈതറിലാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ലോൺ പെയേഴ്സ് ആയിരിക്കും സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇവിടെ ഹൈ പൊളാരിറ്റി സോൾവെൻസ് ആണ് നമുക്ക് അയൺ സോൾവേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് ഉള്ളത്. കാരണം നമുക്കിവിടെ ഹൈ പൊളാരിറ്റി സോൾവെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റൂ. പക്ഷേ ഹൈഡ്രോക്സിൽ സോൾവെൻസ് ആയിട്ടുള്ള വാട്ടർ, ആൽക്കഹോൾ, ഇതിനെ ഒന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, സോൾവേഷന് വേണ്ടിയിട്ട് സോൾവെൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം കാറ്റയോണിക് ഇനിഷ്യേറ്ററിനെ അവരെന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. കോമൺ സോൾവെൻസ് ആയിട്ടുള്ളത് CH3Cl, CH2Cl2, C2H4Cl2 അല്ലെങ്കിൽ പെൻറ്റൈൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സോൾവെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ആനയോണിക് പോളിമറൈസേഷൻ നോക്കാം. കാറ്റയോണിക് ആൽക്കീൻസിനെ എന്താക്കി മാറ്റുന്നു? കാറ്റയോൺസ് ആക്കി മാറ്റുന്നെങ്കിൽ ഇവിടെ ആനയോണിക് പോളിമറൈസേഷനിൽ സ്ട്രോങ് ബേസസ് ആണ് അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഓർഗാനോ ലിഥിയം കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അവരെന്ത് ചെയ്യുന്ന? ആൽക്കീനെ ആനയോൺസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെക്കാനിസം ഭയങ്കര സ്പീഡിൽ റാപ്പിഡായിട്ട് ഉണ്ടാവുന്നവരാണ്. അതുവഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈലി ലീനിയർ ആയിട്ടുള്ള പോളിമർ ചെയിൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ലിഥിയം, ഓർഗാനോ ലിഥിയം കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ആ ഓർഗാനോ ലിഥിയം കോമ്പൗണ്ട് ആദ്യത്തെ ഒരു മോണോമറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷൻ ചെയിന് ഉണ്ടാവുന്നു. ഈ റിയാക്ഷൻ ചെയിൻ എന്ന് പറയുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വീണ്ടും ഈ ഒരു ചെയിന് ആഡ് ചെയ്ത് വരുമ്പോൾ ആ പോളിമർ ചെയിന് എന്ത് ചെയ്യുന്നു? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഒരു പ്രൊപ്പഗേറ്റിംഗ് സ്പീഷീസ് നമുക്കിവിടെ ലഭിക്കുന്നു. ഇനി ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ക് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ പോലെയല്ല, ടെർമിനേഷന് ഒരിക്കലും ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി ഉണ്ടാവാനായിട്ട് സാധ്യമല്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ഉണ്ടാക്കും. ഇമ്പ്യൂരിറ്റീസുമായിട്ട്, സ്പെസിഫിക്കലി ആഡഡ് ആയിട്ടുള്ള റിയേജൻസുമായിട്ടും അതെന്ത് ചെയ്യുന്നു? റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ചെയിൻ ടെർമിനേഷന് രണ്ട് രീതിയിൽ, രണ്ട് മെത്തേഡ്സിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ, ഇല്ലെങ്കിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ. ഇവിടെ ഡിസ്പ്രൊപ്പോർഷനേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താണ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് ഇവർക്കുള്ളത്. ഇവർ ലോ ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് പോളിമറൈസേഷൻ നടക്കാറുണ്ട്. അതുവഴി ലീനിയർ പോളിമർ ചെയിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കൊമേഴ്ഷ്യലി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്യൂട്ടാഡൈനും ഐസോപ്രീനും അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആനയോണിക് പോളിമറൈസേഷൻ്റെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ആനയോണിക് പോളിമറൈസേഷൻ്റെ മോണോമേഴ്സ് എന്തൊക്കെയാണ്? ആനയോണിക് പോളിമറൈസേഷന് ഒരു മോണോമേഴ്സിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കണം. എങ്കിൽ ഇവിടുത്തെ കാർബാനയോണിനെ ഇൻ്റർമീഡിയറ്റിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആദ്യം നോക്കിയാൽ അക്രിലോനൈട്രൈലിലെ സയാനോ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആണ്. അതുപോലെ മീഥൈൽ മെത്താക്രിലേറ്റിലാണെങ്കിലും എന്താണ്? എസ്റ്റർ ഗ്രൂപ്പ് വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. സ്റ്റൈറീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പ് റെസൊണൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി കോൺജുഗേറ്റഡ് ഡൈനിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കോൺജുഗേഷൻ എന്ത് ചെയ്യുന്നു? ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. ഇവിടെ കോമൺ ഇനിഷ്യേറ്റേഴ്സിലെ മെറ്റൽസ് ആയിട്ടുള്ള KNH2, LiN(C2H5) ട്വൈസ് ഇങ്ങനെയുള്ള മെറ്റൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ആൽക്കോക്സൈഡ്സ്, ആൽക്കൈൽ ലിഥിയം കോമ്പൗണ്ട്സ് എല്ലാം തന്നെ ഇവിടെ കോമൺ ഇനിഷ്യേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷനകത്ത് സ്റ്റെപ്പ് വൈസ് ഇന്റർമോളിക്കുലർ റിയാക്ഷൻസ് കാണിക്കുന്നു. അതും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇന്റർഗ്രൂപ്പ് റിയാക്ഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വിത്ത് ഓർ വിത്തൗട്ട് എലിമിനേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോളിമറൈസേഷൻ കാണിക്കാം. വിത്ത് എലിമിനേഷനും ഉണ്ട്, വിത്തൗട്ട് എലിമിനേഷനും ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കണ്ടൻസേഷൻ എന്നും പറയും, മറ്റേത് ചെയിൻ സ്റ്റെപ്പ് ഗ്രോത്ത് ആണ്. അപ്പോൾ അത് വേറെ രീതിയിലും ആയിരിക്കും. ഇനി എലിമിനേഷൻ വഴിയുള്ളതിൻ്റെ എക്സാമ്പിളാണ് പോളിഎസ്ട്രിഫിക്കേഷൻ. പോളിഎസ്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എസ്റ്ററിനെ എടുക്കുക. എസ്റ്റർ നമ്പർ ഓഫ് എസ്റ്റർ മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഡബിൾ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നു, നമുക്ക് വലിയൊരു പോളിമർ ചെയിന് കിട്ടുന്നു. പ്ലസ് എന്ത് ചെയ്യുന്നു, വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ വാട്ടറാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓരോ മോണോമറിലും അറ്റ്ലീസ്റ്റ് 2 റിയാക്റ്റീവ് സൈറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കാണാമല്ലോ, പോളിഎസ്ട്രിഫിക്കേഷനിൽ എസ്റ്റേഴ്സിൽ അതാ OH കണ്ടോ, 2 എന്ത് ചെയ്യുന്നു, റിയാക്റ്റീവ് സൈറ്റ്സ് ഉണ്ട്. അതിൽ ഹൈഡ്രജൻസ് ആണ് ഇളകിപ്പോയി, നമുക്ക് ഇവിടുത്തെ ഹൈഡ്രജൻസ് ഇളകിപ്പോയാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. ഇനി എലിമിനേഷൻ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പോളി യൂറത്തൈൻ ഫോർമേഷൻ ആണ്. അതായത് യൂറത്തൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. അതും സെയിം കോമ്പൗണ്ട്സുമായിട്ട് തന്നെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി ചേർന്നിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു, പോളി യൂറത്തൈൻ ഫോം ചെയ്യുന്നു. ഇവിടെ ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നില്ല, കാരണം ഇത് ആഡ് ചെയ്താണ് വരുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഐസോസയനേറ്റ്സും ഗ്ലൈക്കോൾസും തമ്മിലുള്ള അല്ലെങ്കിൽ ഡയമൈൻസും തമ്മിലുള്ള റിയാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്ലൈക്കോൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു എസ്റ്ററുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതുവഴിയാണ് നമുക്ക് ഈ ഒരു പോളി കണ്ടൻസേഷൻ വഴി പോളി എസ്ട്രിഫിക്കേഷൻ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലോട്ട് പോകാമല്ലോ. ഇനി സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? മോണോമർ റിക്വയർമെൻറ്റ്. എന്തൊക്കെ റിക്വയർമെൻറ്റ് മോണോമറിലുണ്ട്? ഓരോ മോണോമേഴ്സിനും അറ്റ്ലീസ്റ്റ് 2 റിയാക്റ്റീവ് സൈറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. മോണോമേഴ്സിൽ പോളാർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കണം. അതുവഴി അവർ എന്ത് ചെയ്യുന്നു, ചെയിൻ അട്രാക്ഷൻ എൻഹാൻസ് ചെയ്യിക്കുന്നു. അതുവഴി ക്രിസ്റ്റലൈനിറ്റിയും ടെൻസൈൽ സ്ട്രെങ്ത്തും എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. ഇനി റിയാക്ഷൻ കൈനറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷനിൽ എന്ത് സംഭവിക്കുന്നു, കാർബൺ ഹെട്രോ ആറ്റം ബോണ്ട് ഫോർമേഷൻ വഴി ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഗ്രോ ചെയ്യുന്നത്. ഇനി മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, റൈസസ് സ്റ്റഡിലി ത്രൂ ഔട്ട് ദ റിയാക്ഷൻ കഴിയുന്നത് വരെയും മോളിക്കുലർ വെയിറ്റ് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ലോങ് റിയാക്ഷൻ ടൈം വേണം, ഹയർ ആയിട്ടുള്ള മോളിക്കുലർ വെയിറ്റ് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി റിവേഴ്സിബിൾ നേച്ചർ, അതായത് സ്റ്റെപ്പ് ഗ്രോത്ത് റിയാക്ഷൻ എന്ത് ചെയ്യുന്നു, അവരുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് എത്തിയിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരു സ്മോൾ മോളിക്യൂൾ ബൈ പ്രോഡക്റ്റ് ഉള്ളതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് വരെയും അത് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ബൈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴേ അത് എന്ത് ചെയ്യുള്ളൂ, അടുത്ത റിയാക്ഷൻ നടക്കുകയുള്ളൂ. ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. അതുവഴി ഷോർട്ടർ ചെയിൻസും എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് ലോങ്ങർ ചെയിൻസ് ആയിട്ട് പിന്നീട് മാറി വരാറുണ്ട്. അതായത് അവസാനം ടെർമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഷോർട്ടർ ചെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്ത് ലോങ്ങർ ചെയിൻസ് ആവാറുണ്ട്. ഇനി ചെയിൻ ലെങ്ത് വേരിയേഷൻ. കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസിൽ തന്നെ ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് മോണോമർ യൂണിറ്റുകൾ തമ്മിൽ ചെയിൻ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കാറുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ലെങ്ത്തിലുള്ള പെട്ടെന്ന് വളരുന്ന സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ മിക്സ്ചേഴ്സ് നമുക്കിവിടെ നിന്ന് ലഭിക്കും. ഓക്കെ. ഇനി കോപോളിമറൈസേഷൻ നോക്കാമല്ലോ. കോപോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ മോണോമേഴ്സ് പോളിമറൈസ് ചെയ്ത് ചെയിൻ ഫോം ചെയ്ത് മൾട്ടിപ്പിൾ മോണോമർ ടൈപ്പിൽ ഉണ്ടാവുന്ന ഒരു പോളിമറിനെയാണ് കോപോളിമർ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു, പോളിമറിൻ്റെ പ്രിപ്പറേഷനെ മോഡിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും കോപോളിമറൈസേഷൻ, കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഇനി ആദ്യം നോക്കിയ റാൻഡം കോപോളിമർ. മോണോമേഴ്സ് എന്ത് ചെയ്യുന്നു, റാൻഡമായിട്ട് ആ ചെയിനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് റാൻഡം കോപോളിമർ എന്ന് പറയുന്നത്. ഇനി ഓൾട്ടർനേറ്റിംഗ് കോപോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസിൽ 2 മോണോമേഴ്സ് ആഡ് ചെയ്ത് വരുന്നതാണ് ഓൾട്ടർനേറ്റിംഗ് കോപോളിമർ എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റ് കോപോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോമറിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഗ്രാഫ്റ്റ് ചെയ്ത് മറ്റൊരു മോണോമറിൻ്റെ ബാക്ക് ബോണിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് ഗ്രാഫ്റ്റ് കോപോളിമർ. പിന്നെ ബ്ലോക്ക് പോളിമർ, ലോങ് സീക്വൻസസിൽ തന്നെ ഓരോ മോണോമേഴ്സും പല ടൈപ്പിലുള്ളതാണ് ബ്ലോക്ക് കോപോളിമർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാമല്ലോ. ബ്ലോക്ക് കോപോളിമർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കിയേ, കോപോളിമറൈസേഷനിൽ നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ നമ്മൾ കഴിഞ്ഞ ഇതിൽ ഞാൻ ഇതിൻ്റെ പിക്ചർ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോപോളിമറിൻ്റെ കേസിൽ.
കോപ്പോളിമറൈസേഷൻ ഞാൻ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു പിക്ചറൊക്കെ ആഡ് ചെയ്ത് കോപ്പോളിമറൈസേഷൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. കോപ്പോളിമറൈസേഷൻ്റെ എക്സാമ്പിൾസ്, അതായത് സ്റ്റൈറീൻ അക്രിലോനൈട്രൈൽ SAN. അതായത് പോളിസ്റ്റൈറിൻ എന്ത് ചെയ്യുന്നു, പോളിസ്റ്റൈറിൻ സ്വന്തമായിട്ട് നിൽക്കുമ്പോൾ അത് ഭയങ്കര ബ്രിട്ടിലാണ്, അതുപോലെ തന്നെ ഇമ്പാക്ട് സ്ട്രെങ്ത് വളരെ കുറവാണ്, പുവർ സോൾവെൻറ്റ് റെസിസ്റ്റൻസും അതുപോലെ ലോ സോഫ്റ്റനിങ് പോയിൻറ്റ്സും ഒക്കെയാണ് ഉള്ളത്. കോപ്പോളിമറൈസേഷൻ അക്രിലോനൈട്രൈലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിത്ത് ബെറ്റർ ഇമ്പാക്ട് സ്ട്രെങ്ത്, ഇൻക്രീസ്ഡ് സോൾവെൻറ്റ് റെസിസ്റ്റൻസ് ആൻഡ് ഹയർ സോഫ്റ്റനിങ് പോയിൻറ്റും സോൾവെൻറ്റ് റെസിസ്റ്റൻസ് കൂടിയും ഇമ്പാക്ട് സ്ട്രെങ്ത് കൂടിയും ഒക്കെ ഇരിക്കുന്നു. ഇതിൻ്റെ റിയാക്ഷൻ നോക്കിയേ, N ടൈംസ് C6H5CHCH2 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, CH2 ഡബിൾ ബോണ്ട് CHCN റിയാക്ട് ചെയ്യുമ്പം നമുക്കിത് ഈ ഒരു പോളിമർ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് സ്റ്റൈറീൻ അക്രിലോനൈട്രൈലിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റൈറീൻ ബ്യൂട്ടാഡൈൻ റബ്ബറിൻ്റെ പോളിമറൈസേഷനും കൂടെ ഉണ്ട്. കോപോളിമറൈസേഷൻ ഓഫ് സ്റ്റൈറീൻ എന്ന് പറയുന്ന ബ്യൂട്ടാഡൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇലാസ്റ്റോമർ ആയിരിക്കും. ഈ ഇലാസ്റ്റോമറിന് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുക. ABS ടെർ പോളിമർ എന്നാണെന്നുണ്ടെങ്കിൽ കോപോളിമറൈസേഷൻ 3 പോളിമർ മോണോമേഴ്സ് ചേർന്നിട്ടുള്ളതാണ് ABS ടെർ പോളിമർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, സ്റ്റൈറീൻ, അക്രിലോനൈട്രൈൽ, ബ്യൂട്ടാഡൈൻ. ഇവർ മൂന്നുപേരും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് അവരുടെ ഇമ്പാക്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യുന്നു, സോൾവെൻറ്റ് റെസിസ്റ്റൻസ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് സോഫ്റ്റനിങ് പോയിന്റും ഉണ്ട്. ഇനി ഐസോബ്യൂട്ടലിൻ ഐസോപ്രീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോളി ഐസോബ്യൂട്ടലിൻ എന്ന് പറയുന്നത് നോൺ വൾക്കനൈസബിൾ ആണ്, പക്ഷേ കോപോളിമറൈസേഷൻ നടത്താറുണ്ട്. 1 to 3 mol% ഐസോപ്രീൻ എന്ത് ചെയ്യുന്നുണ്ട്, വൾക്കനൈസേഷൻ സൾഫറുമായിട്ട് നടക്കാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അതാണ് ഐസോബ്യൂട്ടലിൻ ഐസോപ്രീൻ്റെ പോളി ഐസോബ്യൂട്ടലിൻ്റെ കേസ് പറയുന്നത്. അത് വൾക്കനൈസബിൾ അല്ല, കാരണം എന്താണ്, വൾക്കനൈസബിൾ അല്ല, പക്ഷേ നമുക്ക് കോപോളിമറൈസേഷൻ വഴി 1 to 3 mol% ഐസോപ്രീനിനെ നമുക്ക് വൾക്കനൈസേഷൻ സൾഫർ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റെപ്പ് ഗ്രോത്തിൻ്റെ അൺകാറ്റലൈസ്ഡിൻ്റെ കൈനറ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ കാറ്റലൈസ്ഡ് ആയിട്ടുള്ള പോളി എസ്ട്രിഫിക്കേഷനിൽ ഡയോൾ എന്ത് ചെയ്യുന്നു, ഡയാസിഡുമായിട്ടും ഇക്വിമോളാർ എമൗണ്ടിൽ നമ്മൾ എടുത്തതിന് ശേഷം 1 മോള് ഡയാസിഡ് എന്ത് ചെയ്യുന്നു, കാറ്റലിസ്റ്റുമായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ റേറ്റ് ഇക്വേഷൻ RP എന്ന് പറയുന്നത് -DCOOH/dt ആണ്. അതിനെ നമുക്ക് കൃത്യമായിട്ട് എഴുതുമ്പോൾ KCOOH കോൺസെൻട്രേഷൻ ഓഫ് COH ഇൻറ്റു OH ഡിവൈഡ് ബൈ COH എന്നായിരിക്കും കിട്ടുക. ഇവിടെ COH എന്ന് പറയുന്നത് OHന് അസ്യൂം ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു A. ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ A ആണെന്ന് വെച്ചു, അപ്പോൾ -DA/dt എന്ന് കിട്ടും, KA³ എന്നും കിട്ടും. ഇനി ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ഫോമിലോട്ട് മാറ്റുമ്പം എക്സ്പ്രസിങ് ഈ ഒരു ടേമിനെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷനെ P ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ A(t) എന്ന് പറയുന്നത് A(0) × 1 - P എന്ന് വരും. 2KT × A02 എന്ന് പറയുന്നത് 1/1 - P² -1 എന്നായിരിക്കും. ഒരു പ്ലോട്ട് 1/1 - P² വേഴ്സസ് എന്താണ്, ടൈം ഗീവ്സ് എ സ്ട്രൈറ്റ് ലൈൻ. അപ്പം നോക്കിയേ, ഈ 1/1 - P² y ആക്സിസിൽ ടൈം x ആക്സിസിലും കൊടുത്തൊരു ഗ്രാഫ് ഇതാ കണ്ടല്ലോ. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2K × കോൺസെൻട്രേഷൻ ഓഫ് A02 ആയിരിക്കും ലഭിക്കുക, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്ന N0/NT വിച്ച് ഈസ് ഈക്വൽ ടു A0/AT വിച്ച് ഈസ് ഈക്വൽ ടു 1/1 - P. ഇതിനെയാണ് കെറോത്തേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. P 0.9999 ആണെന്നുണ്ടെങ്കിൽ x എന്ന് പറയുന്നത് 1/1 - 0.9999 എന്നായിരിക്കും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 10⁻⁴ ആണ്. അപ്പം ഈ ഒരു ഇക്വേഷൻസ് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം XH² എന്ന് പറയുന്നത് 2KT × കോൺസെൻട്രേഷൻ ഓഫ് A02 + 1 ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ മനസ്സിലായല്ലോ. ഇത് മാക്സിമം ഞാൻ ചുരുക്കിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഗ്രോത്തിൻ്റെ കാറ്റലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഗ്രോത്തിൻ്റെ പോളിമറൈസേഷനിലാണ്. ഇവിടെ കാറ്റലിസ്റ്റ് പ്രസൻ്റ് ആയിരിക്കും, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് എന്ത് ചെയ്യേണ്ടി വരത്തില്ല, റേറ്റ് എക്സ്പ്രഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇനി റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് RP equal to -D into concentration of COH/dt ആണ്, which is K into concentration of COH into concentration of OH. ഇതിപ്പോൾ COHും OH നമ്മൾ A ആയിട്ട് എടുക്കും, -DA/dt which is equal to KA² തന്നെയാണ് റേറ്റ് എക്സ്പ്രഷൻ കിട്ടുക. ഇനി ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിറ്റർമിനേഷൻ അല്ല സോറി ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പം അവരെ എന്തിൽ നിന്നും എന്തിലോട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, A0യിൽ നിന്നും AF(t) എന്ന് പറയുന്ന കോൺസെൻട്രേഷനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ T = 0
തൊട്ട് ടി ഈക്വൽ ടു ടി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കെ ടി ഈക്വൽ ടു 1 കോൺസെൻട്രേഷൻ ഓഫ് എ ഓഫ് ടി വിത്ത് മൈനസ് 1 കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ എന്ന് കിട്ടും. ഇവിടെ എ ഓഫ് ടി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ ഇൻറ്റു 1 മൈനസ് പി ആണ്. കെ ടി ഇൻറ്റു എ സീറോ ഈസ് ഈക്വൽ ടു 1/1 - p - 1 ആണ്. ഇനി ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ എന്ന് പറഞ്ഞാൽ 1/1 - p വിച്ച് ഈസ് ഈക്വൽ ടു കെ ടി ഇൻറ്റു എ സീറോ പ്ലസ് 1 ആണ്. ഇവിടെ ഒരു പ്ലോട്ട് ഉള്ളത് എന്ത് ചെയ്യുന്നു 1/1 - പിക്ക് എതിരായിട്ട് നമ്മൾ ടൈം വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നു. മറ്റേതിൽ നമ്മൾ 1/1 - p സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 1/1 എന്താന്നാ കിട്ടുന്നത്, 1/1 - p എന്നാണ് കിട്ടുക. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സീറോ ആണ്. ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത് ലീനിയർലി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി കൈനറ്റിക്സ് ഓഫ് ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ. ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ്റെ കൈനറ്റിക്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇതിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ത് ചെയ്യുന്നു 2R ഫ്രീ റാഡിക്കലുമായിട്ട് ചേരും. ഈ R ഫ്രീ റാഡിക്കൽ എമ്മുമായിട്ട് ചേർന്നിട്ട് എം റാഡിക്കലായിട്ട് ഫോം ചെയ്യുന്നു. dm/dt എന്ന് പറയുന്നത് 2F ഇൻറ്റു കെ ഡി ഇൻറ്റു ഐ ആണ്. വിച്ച് ഈസ് എഫ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഫാക്ടറാണ് കേട്ടോ. എഫ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഫാക്ടറാണ്. വിച്ച് ഈസ് 0.3 to 0.8 ആണ് ഇതിൻ്റെ വാല്യൂ വരിക. പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എം എന്ത് ചെയ്യുന്നു ആഡ് ചെയ്ത് വരുന്നു. ഇവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ പി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം റാഡിക്കൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മോണോമേഴ്സിനെയും അതുപോലെ റാഡിക്കൽ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നു. ഇനി ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം റാഡിക്കലും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ടിയിൽ അവരെന്ത് ചെയ്യുന്നു കമ്പൈൻ ചെയ്യുന്നു. ഇതിനെ നമ്മൾ ടെർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ടെർമിനേറ്റ് ചെയ്യുക, ലാസ്റ്റ് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് 2kT ഇൻറ്റു എം ആണ്. ഫാക്ടർ ഓഫ് 2 അക്കൗണ്ട്സ് ഫോർ 2 റാഡിക്കൽസ് കൺസ്യൂംഡ്. ഇത് എന്താണ് 2 റാഡിക്കൽസ് കൺസ്യൂം ചെയ്തതിൻ്റെ അക്കൗണ്ട്സ് ആണ് ഇവിടെ പറയുന്നത്. ഇനി സ്റ്റഡി സ്റ്റേറ്റ് അക്കോമഡേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഡിക്കൽ അപ്പിയറൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. എന്ത് ചെയ്യുന്നു അപ്പിയറൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിസപ്പിയറൻസിന് ഈക്വൽ ആയിട്ട് വരും. 2FD കോൺസെൻട്രേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത് 2kT ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം റാഡിക്കൽ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എം റാഡിക്കൽ എന്ന് പറയുന്നത് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്കിയതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് കിട്ടും FKD ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ KT ൻ്റെ റൂട്ടായിട്ട് എടുക്കും കേട്ടോ. റൂട്ട് FKD ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ KT എന്ന് പറഞ്ഞെടുക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ റേസ് ടു ഹാഫ് എന്ന് കൊടുത്തിരിക്കുന്ന റൂട്ടിനെയാണ് കേട്ടോ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റിലേക്ക് പോവാണ്. ഓവറോൾ റേറ്റും കൈനറ്റിക് ചെയിൻ ലെങ്ത്തുമാണ്. ഓവറോൾ പ്രൊപ്പഗേഷൻ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് റാഡിക്കൽ കോൺസെൻട്രേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dm/dt എന്ന് പറയുന്ന KP കോൺസെൻട്രേഷൻ ഓഫ് എം ഇൻറ്റു FKD കോൺസെൻട്രേഷൻ ഓഫ് ഐ ബൈ KT എന്ന് കിട്ടും. ഇത് റൂട്ടാണ്. ഇത് റൂട്ടിലെ ഫോമിലാണ് നമുക്കിത് കിട്ടുക. ഇനി കീ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത് സ്ലോ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് എം. അതായത് എമ്മിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു സ്ക്വയർ റൂട്ട് ഓഫ് ഐക്കെതിരെയും എന്ത് ചെയ്യുന്നു ഐക്ക് അനുസരിച്ചും എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് റേറ്റിൻ്റെ പ്രൊപ്പഗേഷൻ വേരി ചെയ്യുന്നുണ്ട് എമ്മിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച്. ഇനി ടെർമിനേഷൻ റേറ്റ് എന്ന് പറയുന്നത് എമ്മിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ചേഞ്ച് വരും. ഇനി കൈനറ്റിക് ലെങ്ത് ആണെങ്കിലോ കൈനറ്റിക് ചെയിൻ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ന്യൂ ഡാഷ് എന്ന് പറയുന്നത് റേറ്റ് പ്രോപ്പ് അല്ലെങ്കിൽ റേറ്റ് നിറ്റ് എന്നാണ് പറയുക. ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് റേറ്റ് ഇനിഷ്യൻ എന്ന് പറയുന്നത് റേറ്റ് ടെർമിനലിന് തുല്യമായിട്ട് വരും. ന്യൂ ഡാഷ് എന്ന് പറയുന്നത് KP ഇൻറ്റു എം കോൺസെൻട്രേഷൻ ഓഫ് എം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം റാഡിക്കൽ ഡിവൈഡഡ് ബൈ 2kT ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം റാഡിക്കൽ ദ ഹോൾ സ്ക്വയർ എന്ന് വരും.
ഓക്കെ അല്ലേ? ഇനി വി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വി അല്ല, സോറി, ന്യൂ ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? കെ പി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ 2KT ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം റാഡിക്കൽ എന്ന് വരും. ഇതിൽ എം റാഡിക്കൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു KT FKD ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഐ ദ ഹോൾ റേസ് ടു 1/2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത് എത്രത്തോളം എം ജോയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ചെയിൻ ലെങ്ത് വേരി ചെയ്യുന്നു. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഐ റൂട്ട് എടുക്കുക. റൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഐക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ഇനി കൈനറ്റിക്സ് ഓഫ് കോപോളിമറൈസേഷൻ, പ്രൊപ്പഗേഷൻ റിയാക്ഷൻ ഉണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഉണ്ട്, കോപോളിമറൈസേഷൻ കോമ്പോസിഷൻ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ എല്ലാത്തിലും തന്നെ നോക്കിയേ, റിയാക്റ്റൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എന്താണ് പോളിമറൈസേഷനിൽ 2 മോണോമേഴ്സ് ഉണ്ട്, M1 M2. അപ്പോൾ അതിന് 4 പോസിബിൾ എന്താണ് പോസിബിൾ പ്രൊപ്പഗേഷൻ റിയാക്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ റിയാക്ഷൻ താണ്ടോ 1, 2, 3 and 4, 4 പ്രൊപ്പഗേഷൻ റിയാക്ഷൻ ഉണ്ട്. ഇവിടെ എം എന്ന് പറയുന്നത് എമ്മുമായിട്ട് വീണ്ടും M1 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് M1 എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നു. M1 M2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ M1 M2 എന്ന് പറയുന്ന ഒരു റാഡിക്കൽ ഉണ്ടാവുന്നു. M2 M1 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ M2 M1 ആയിട്ട് വീണ്ടും റിയാക്ട് ചെയ്യുന്നു. M2 M2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ M2 ആയിട്ട് ചേർന്ന് വീണ്ടും ഒരു ചെയിന് ഇനിഷ്യേറ്ററായിട്ട് മാറുന്നു. ഇങ്ങനെ പലതരത്തിൽ 4 രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊപ്പഗേഷൻ റിയാക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണ്. അതായത് റേറ്റ് ഓഫ് ഇന്റർ കൺവെൻഷൻ ഓഫ് ചെയിൻ റാഡിക്കൽ മസ്റ്റ് ബി ഈക്വൽ. ചെയിൻ റാഡിക്കലിന്റെ ഇന്റർ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. R(1,2) എന്ന് പറയുന്നത് R(2,1) തുല്യമായിരിക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ കറക്റ്റായിട്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ K12 എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ K12 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് M2 ആണ്. K2 വിച്ച് ഈസ് ഈക്വൽ ടു K21 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് M2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് M1. ഇവിടെ വരുന്നത് M1 എന്ന് പറയുന്നത് റാഡിക്കലാണ്, ഇവിടെ M2 എന്ന് പറയുന്നതാണ് റാഡിക്കലായിട്ട് വരിക. ഇനി M1 റാഡിക്കലിന് മാത്രം ഒരു ഇക്വേഷൻ എടുത്താൽ K21 ഡിവൈഡഡ് ബൈ K12 ഇൻറ്റു M2 റാഡിക്കൽ into M1 concentration of M1 divided by M2 concentration. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ്റെ റിയാക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി കോപോളിമർ കോമ്പോസിഷൻ ഇക്വേഷൻ ഉണ്ട്. കോപോളിമർ കോമ്പോസിഷൻ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. dM1/dM2 ആണ് നമുക്കിവിടെ തരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഇവിടെ R1 എന്ന് പറയുന്നത് K11 ഡിവൈഡഡ് ബൈ K12 ആണ്. R2 എന്ന് പറയുന്നത് K22 ഡിവൈഡഡ് ബൈ K21 ആണ്. ഇവിടെ R1ഉം R2 എന്ന് പറയുന്നത് മോണോമേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇവരാണ് റിയാക്ടിവിറ്റി റേഷ്യോയിലുള്ള മോണോമേഴ്സ്. R1 R2യിലുള്ള മോണോമർ റിയാക്ടിവിറ്റി റേഷ്യോസ് ആണ് R1ഉം R2 ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കൈനറ്റിക്സ് ഓഫ് കോപോളിമറൈസേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. കോപോളിമേഴ്സ് തന്നെ ടൈപ്സും ഉണ്ട്, പല ടൈപ്സിലുണ്ട്. ആ ടൈപ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റാൻഡം കോപോളിമർ ഉണ്ട്. റാൻഡം കോപോളിമർ എന്ന് പറയുമ്പോൾ R1 R2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം അതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ആണ് R1ഉം R2 അല്ലേ. ഇനി R1 R2 അപ്രോക്സിമേറ്റ്ലി 1നും ഈക്വൽ ആയിട്ട് വരുന്നതാണ് റാൻഡം കോപോളിമർ. ഇവിടെ മോണോമർ എന്ത് ചെയ്യുന്നു? റാൻഡം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് കോപോളിമറിൻ്റെ കേസിലാണെങ്കിൽ R1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണ്. ഇവിടെ R1 R2 എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? 0ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേഷൻ റൂൾസ് അവിടെ ഉണ്ടാവാറുണ്ട്. സ്ട്രിക്റ്റ് ഓൾട്ടർനേഷൻ ഇവിടെ ഉണ്ടാവാറുണ്ട് ആൾട്ടർനേറ്റിംഗ് കോപോളിമേഴ്സിൽ. ഇനി ബ്ലോക്ക് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് മാറി മാറി വരുന്നതാണ് ബ്ലോക്ക് കോപോളിമർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഇതിൽ ഞാൻ പിക്ചർ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് ബ്ലോക്ക് കോപോളിമർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ R1 R2 എന്ന് പറയുന്ന ഇറ്റ് ഈസ് റിയലി ഹയർ ദാൻ 1 ആണ്. R1 ഇൻറ്റു R2 എന്ന് പറയുന്നത് റിയലി ഹയർ ദാൻ 1, അല്ലെങ്കിൽ R1 എന്ന് പറയുന്ന 1നേക്കാളും കൂടുതലും R2 എന്ന് പറയുന്നത് 1നേക്കാളും കൂടുതലായിരിക്കും. ലോങ് ബ്ലോക്സ് ആണ് ഓരോ മോണോമറിൻ്റെ ഫോമിൻ്റെയും ലോങ് ബ്ലോക്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്ത്
വരുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ചില കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെക്വൻഷ്യൽ ആയിട്ടുള്ള മോണോമർ അഡിഷൻ ആണ്, അതും റാഡിക്കൽ അല്ലെങ്കിൽ അയോണിക് മെക്കാനിസത്തിൽ കൂടെ. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുക. കൈനറ്റിക്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റേറ്റ് എക്സ്പ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്ത് റിലേറ്റ് ചെയ്തിട്ടാണ്, പോളിമർ ഫോർമേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, കൈനറ്റിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, റേറ്റ് എക്സ്പ്രഷൻ തരുന്നുണ്ട്. അതിൽ ഇനിഷ്യേറ്ററും കാറ്റലിസ്റ്റ് കോൺസെൻട്രേഷനും എല്ലാം തന്നെ കിട്ടും. ഇനി ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ത്രൂ റിയാക്ഷൻ കണ്ടീഷൻ. റിയാക്ഷൻ കണ്ടീഷനിലൂടെ ഡിഗ്രി ഓഫ് പോളിമേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് ഇതുവഴി കിട്ടും. കോപോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കൂടി അലോ ചെയ്യുന്നതാണ് കോപോളിമറൈസേഷൻ എന്ന് പറയുന്നത്. വിത്ത് അലോസ് ടൈലറിങ് ഓഫ് പോളിമർ പ്രോപ്പർട്ടീസ് പോളിമർ പ്രോപ്പർട്ടീസിൻ്റെ ടൈലറിങ് സാധ്യമാക്കുന്നതാണ് കോപോളിമർ എന്ന് പറയുന്നത്. അത് മോണോമർ സെലക്ഷനിലൂടെയും റിയാക്ടിവിറ്റി റേഷ്യോസിലൂടെയും R1 R2ൻ്റെ വാല്യൂസിലൂടെയും അതിന് മാറ്റം സംഭവിക്കുന്നു. ഇത് കണ്ടോ, ഞാൻ ചെറുതായിട്ട് ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഇവിടെ ഓൾട്ടർനേറ്റിംഗ് പോളിമർ ചെയിൻ ഗ്രോത്ത് വരുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് പോളിമറൈസേഷൻ വരുന്നത് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ്. ഇത് സ്പെല്ലിംഗ് നോക്കണ്ട, പോളിമറൈസേഷനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോളിമറൈസേഷൻ വരുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോപോളിമറൈസേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ചധികം റിയാക്ഷൻസും മെക്കാനിസംസും കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. മാക്സിമം നന്നായിട്ട് വായിച്ചു നോക്കുക. നന്നായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ടെക്സ്റ്റും കൂടി ഒന്ന് റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മേജർ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഇക്വേഷൻസും റിയാക്ഷൻസും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.